സിനിമ സംവിധാനം, അഭിനയം, അല്ലെങ്കിൽ വെറുതെ ചില്ല് ചെയ്ത് വീട്ടിലിരിക്കും? കാശുണ്ട ചില്ല് ചെയ്ത് വീട്ടിലിരിക്കാനല്ലേ. നമുക്ക് ചീത്തല്ല പറയാ, നമുക്ക് പേര് വിളിച്ചാലാണ് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇടാന്നേ വിളിക്കുള്ളൂ. അവനോട് വരാൻ പറ, നിങ്ങൾ വന്നേ, ഇങ്ങനെ പറയുള്ളൂ. സിദ്ദീഖ് എന്ന് വിളിച്ചാൽ നമുക്കറിയാം. ഞാനെന്തോ ഒരു തമാശ എന്തോ പറഞ്ഞ് മമ്മൂക്കാക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മമ്മൂക്കാക്ക് കഴിക്കാനുള്ള ചോറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തു. ഞാനെടുത്തു മമ്മൂക്കയുടെ ചോറിന്. ഞാൻ എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിൽ ഇട്ടു. മമ്മൂക്ക വേഗം ആ ചോറ് മുഴുവൻ എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. അപ്പം ഞാൻ മമ്മൂക്കാക്ക് വേണ്ടേ? ഇല്ല, നീ കഴിച്ചു. ഞാൻ മീൻ കറിയൊക്കെ ഒഴിച്ച് അതുകൂടെ വൈകുന്നേരം റൂമിൽ ചെന്ന് കുളിയൊക്കെ ഇട്ട് ഞാൻ നേരെ മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നു. അപ്പം മമ്മൂക്കയുണ്ട്, സുലുത്തുണ്ട്. സുലു ഇന്ന് സെറ്റിൽ വെച്ചേ ഇവൻ ഒരു തമാശ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ഞാനും ഇവനോട് പിണങ്ങി. അത് ഈ പൊട്ടനെ ഒഴിച്ച് ബാക്കി ആ സെറ്റിൽ എല്ലാവർക്കും മനസ്സിലായി, ഇവന് മനസ്സിലായിട്ടില്ല. രാജോൺ മമ്മൂക്കയുടെ താപ്പാന. മമ്മൂക്ക മുട വിട്ടാകുമ്പോൾ രാജോൺ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമുണ്ട്. രാജോൺ ഭയങ്കര പേടിയാണ് മമ്മൂക്കെ. അത് കാരണം ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ രാജോട് പറഞ്ഞു വേറെ വല്ലവരും വെച്ചാൽ മതിയായിരുന്നു. പേര് പോലെ ഇത്രയും വിനയമുള്ള ഒരു മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ രഹസ്യം എന്താ ചേച്ചി? ഇത് രഹസ്യമല്ല, ഇത് പരസ്യമാണ്. എനിക്ക് പഠിപ്പിച്ച് തന്ന എൻ്റെ അമ്മ തന്നെ എൻ്റെ പേഷ്യൻസ് കാണുമ്പോൾ, നിന്റെ പേഷ്യൻസ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നില്ല ഒന്നും പറഞ്ഞൂടെ. ഒരു 1000 തുല്യമാണ് ഈ ഒരു പടം. സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം സാറ് ഡോക്ടർ, അതായത് ഡോക്ടർ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ സാറേ? വളരെ ഫേമസ് ഡോക്ടറാണ്. കാരണം കണ്ടാ ഉടനെ പറയും വീണയ്ക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നു. ജോണി വലി നിർത്തിയാൽ ശരിയാവും, ഇത് വലി നിർത്തിയാലും ശരിയാവില്ല. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും മമ്മൂക്കയുടെ ഷോർട്സ് തീർന്നു. മമ്മൂക്ക ചോദിച്ചു, നിന്റെ കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇനി കുറച്ചും കൂടെ ഉണ്ട്. അമ്മ എടുത്തിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. ഷാജി കലസി എന്തൊരു കഷ്ടമാണ്. അങ്ങനെ തീർത്ത് വെറുതെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ നാളെ എടുക്കാം, നിങ്ങൾ പോയിക്കോ. എന്നെ മണിച്ചിത്രത്താഴിലേക്ക് സെലക്ട് ചെയ്തത് പോലും ലാൻസർ ആയിരുന്നു. ഒരു മലയാളം പടത്തിൽ കൂടി അഭിനയിക്കുമോ എന്നാണ് ഒറ്റ വാക്കാണ് അദ്ദേഹം ചോദിച്ചോ? അവരാണ് ചോദിച്ചത്. ഒരിക്കൽ പോലും ഞാനാണ് വിനയെ വിളിച്ചതെന്ന് ഒരു ഇതിലും ഒന്നിലും ആരോടും ഒന്നും പറഞ്ഞില്ല. ഇതെനിക്ക് മാത്രമേ അറിയാം. ഫാസിൽ സാറിനോട് പോയി ചോദിച്ചു, സാറേ എന്ന് എങ്ങനെയാണ് നിങ്ങൾ? എനിക്കൊന്നും അറിയില്ല. സാർ പറഞ്ഞു വിനയ ഇത് പറ്റിയ ക്യാരക്ടറാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. മധുരമീ ജീവിതം സിനിമാ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു വിനയ് ചേച്ചി, സിദ്ദിഖ് ഇക്ക, പ്രൊഡ്യൂസർ ശ്രീകുമാർ സർ ആൻഡ് ജോണി ആന്റണി ചേട്ടൻ ആൻഡ് ഗായത്രി സുരേഷ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എല്ലാവരും ഇങ്ങനെ വളരെ മധുരമായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി തുടങ്ങട്ടെ. ആക്ച്വലി സിദ്ദിഖിക്കും ജോണി ചേട്ടനും ഇവിടെ ഇരിക്കുന്നത് ഈ നായികമാർക്കൊരു വെല്ലുവിളിയാണ്. എന്താണെന്നറിയോ? അതായത് ഞങ്ങൾ ഈ നായികമാർ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി പുതിയ പുതിയ ഡ്രസ്സുകൾ ഇട്ടിട്ട് വരേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും അതുകൊണ്ട് നിങ്ങൾ ആരും മാറ്റുന്നില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഈ ഒറ്റ ഡ്രസ്സിൽ ഫുൾ ഇന്റർവ്യൂ കൊടുക്കാൻ തീരുമാനിച്ചേക്കാം. അങ്ങനെയാണോ ഗായത്രി? പെട്ടെന്ന് മാറി വരാലോ. ഞങ്ങൾക്ക് മുടി മാറ്റണം, മേക്കപ്പ് മാറ്റണം. പക്ഷെ വേറെ കാര്യം ഗായത്രി ശ്രദ്ധിച്ചോ? സിദ്ദിഖ് ഈ ഡ്രസ്സ് അല്ലാതെ വേറൊരു ഡ്രസ്സ് ഇട്ട് ഗായത്രി കണ്ടിട്ടുണ്ടോ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അല്ലാതെ? അല്ല, ഈ ഡ്രസ്സ് മാറ്റാത്തതിന്റെ പ്രധാന കാരണം പറഞ്ഞുതരാം. ഗായത്രിയും വിനയം ഏത് ഡ്രസ്സിലും അവർ ഓക്കെയാണ്. ഞാനും ജോണിയും എന്ത് ഡ്രസ് ഇട്ടാലും കണക്കാണ്, മാറ്റിയിട്ടും കാര്യമില്ല. ഈ ഒരു ഡ്രസ്സിൽ നിന്ന് മാറാത്ത എന്തുകൊണ്ട്? ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഇങ്ങനെ ഫുൾ ടൈം വൈറ്റ് ആൻഡ് വൈറ്റിൽ മാത്രം കാണുന്നതിന്റെ രഹസ്യം എന്താണ്? അത് പിന്നെ ചിരിച്ചെന്താണെന്നറിയാമോ? ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് വരുമ്പോഴേ ജോണി സാധാരണ വെള്ളം മുണ്ടും വെള്ള ഷർട്ടും ഇട്ടിട്ട് വരുമ്പോൾ എല്ലാവരും എന്താ രാഷ്ട്രീയക്കാരനെ പോലെ നടക്കുന്നത്, രാഷ്ട്രീയക്കാരനാണോ? ശരി, വേണ്ട, അത് പറയപ്പെടാന്ന് ഞാൻ വേറെ കളർ ഷർട്ട് ഇട്ട് വരും. ഇക്കൊക്കെ വെള്ള ഷർട്ടാണ് നല്ലത്, ആ വൈറ്റാണ് നല്ലത്, ഈ കളർ ഇടുന്നത്. അപ്പൊ എന്തിട്ടാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ജോണി ചേട്ടൻ സിദ്ദിഖിക്ക് ഇത്രയും മാത്രം പുകഴ്ത്തുമ്പോ പല ഇന്റർവ്യൂകളിലും ഇരുന്നിരുന്ന് ഘോരഘോര സംസാരിക്കുമ്പോ ജോണി ചേട്ടൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ സിദ്ദിഖിക്ക് എന്തെങ്കിലും പറയണമെന്ന്? തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ പരസ്പരം പുകഴ്ത്തലല്ല കാര്യം. അതല്ല, അതിപ്പോൾ ജോണിയേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ജോണി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെറിയ പയ്യനായിട്ട് വരുമ്പോൾ ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള ആ പിന്നീട് ഉണ്ടായ വ്യത്യാസങ്ങൾ കണ്ടിട്ടാണ് ജോണി അങ്ങനെ പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഒരു ദിവസം കൊണ്ട് ഫൈറ്റ് തീർന്നു. സിദ്ദിഖ് ചേട്ടനും ഗീരിക്കാടും നമ്മുടെ മോഹൻരാജ് ചേട്ടനോടൊരു ഫൈറ്റ്, ബുള്ളറ്റിൽ ബൈക്കിൽ വന്നിട്ട് സ്കിഡായി വീണ് കാസർഗോഡ് കാതർബായി. അന്നത്തെ കാലത്ത് ആ ഫൈറ്റ്, ആ വെയിലത്ത് എന്നും അന്നത്തെ കാലത്ത് ഒരു ഉള്ള സൗകര്യം വെച്ച് എന്ത് മനോഹരമായിട്ട് ആ ഫൈറ്റ്, ചേട്ടൻ്റെ ടൈമിങ്. അത് ഞാൻ പറഞ്ഞത് ഇന്നാണെങ്കിൽ 10 ദിവസം എടുക്കാം ഫൈറ്റ് അല്ലേ ചേട്ടാ? ഒരു മിനിമം 4-5 ദിവസമെങ്കിലും എടുക്കും.
അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് കയറി ഇത്രയും അല്ല, അപ്പൊ വിഷമം എനിക്ക് കരച്ചിൽ വരും. അല്ല അങ്ങനെ പുകഴ്ത്തലല്ല. ഞാൻ നേരത്തെ ഉള്ള ഇന്റർവ്യൂവിലും പറഞ്ഞു, എനിക്ക് വളരെ പോസിറ്റീവായ ഒരുപാട് സന്ദർഭങ്ങൾ ജോണിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ജോണി എന്നെ ഡയലോഗുകൾ പറയാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഡയലോഗ് നമുക്ക് ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാൻ. അതൊന്നും ഇന്നത്തെ ഒരു ചെറിയ അസിസ്റ്റന്റ് ഡയറക്ടർ, ജോണി അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അസോസിയേറ്റ് നിസാറുണ്ട്, അതിൻ്റെ താഴെ വേറെ ഉണ്ടായിരുന്നു അല്ലേ പലരും, തങ്കപ്പനൊക്കെ ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ജൂനിയർ ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യനാണ്. അവൻ്റെ കയ്യിൽ ഒരു ക്ലാപ്പ് ബോർഡ് ഉണ്ടാവില്ല, മറ്റൊന്നുമില്ല, വെറുതെ ഇങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, ഡ്രസ് കണ്ടിന്യൂറ്റി ഒക്കെ നോക്കുക, അതൊക്കെ ഉള്ളൂ. പക്ഷെ അന്നും ഇതിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് ജോണിക്ക്. അന്നും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് നമ്മളോട് ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളോട് ഭയങ്കര അടുപ്പം ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് പൊഴുത്തിന്ന് എന്നാൽ ജോലി പിടിച്ചോ, ഞാനും പൊഴുത്താൻ പോകുന്നു പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോഴും സീനിയേഴ്സിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യോ. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ അടുത്ത് നിന്നിരിക്കുന്ന ഇഷ്ടമായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ പിള്ളേർ ചിലപ്പോൾ വന്നിരിക്കും, അവർക്കായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാകും. അപ്പോൾ അവരുടെ ഹിതം അറിഞ്ഞ് നമ്മൾ പെരുമാറുക എന്ന് പറയുന്നത്. എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ശരിയാവുന്ന സമയത്ത് 2 മണി 3 മണി വരെ ശ്രദ്ധിക്കേണ്ടോട്ട് ഇരുന്നിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. എനിക്ക് അവിടെ പാലക്കാട് ഷൂട്ടിങ്ങിന് പോകണ്ട, അതുകൊണ്ട് ഒരു പടത്തിന്. എന്നാലും ഞാൻ ചേട്ടൻ്റെ കഴിയട്ടെ. അത് ഞാൻ ആ ഡയറക്ടർ ഹാപ്പിയാണ്, അത് ശ്രദ്ധിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ. നമ്മളിപ്പം മമ്മൂക്കയുള്ള സെറ്റിൽ നമ്മൾ വിചാരിക്കും ദൈവം ഒരു കോമഡിയനോ ആരെങ്കിലും ഉണ്ടായിരുന്നു സംസാരിച്ചിരുന്നോളൂല്ലോ എന്ന് വിചാരിക്കും. നമ്മുടെ കാലക്കേണ്ട ഒരു കോമഡിയൻ പോയിട്ട് ഹരസികന്മാരായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അന്നത്തെ ദിവസം നമ്മുടെ പോകും. പണ്ടെനിക്ക് വേണ്ടിയിട്ടുണ്ട് ഷാജോൺ. ഷാജോൺ മമ്മൂക്കയുടെ താപ്പാന. മമ്മൂക്ക മുട വിട്ടാകുമ്പോൾ ഷാജോൺ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമുണ്ട്. ഷാജോൺ ഭയങ്കര പേടിയാണ് മമ്മൂക്കെ. അത് കാരണം ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഷാജോൺ പറഞ്ഞു വേറെ വല്ലവരും വെച്ചാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. അപ്പം നമ്മളെപ്പോഴും സീനിയേഴ്സിനെ മാനിക്കുക എന്ന് പറയുന്നത് അങ്ങനെ തോന്നും, അത് വേണം. ഞാനും കുറച്ച് കഴിയുമ്പോൾ സീനിയറാകുമ്പോൾ ഒരു ജൂനിയറിൽ നിന്ന് ഒരു പരിഗണന നമ്മൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. ഞാനും മമ്മൂക്കയും കൂടെ August 15th എന്ന് പറഞ്ഞ പടം അഭിനയിക്കുന്ന സമയത്ത് എത്രയായാലും മമ്മൂക്കയുടെ ഷോർട്സ് അല്ലേ പ്രിഫർ ചെയ്തെടുത്തിട്ട് മമ്മൂക്ക തന്നെ ആദ്യം വിടുമല്ലോ. അപ്പോൾ അന്ന് ഡേ സീനാണ്. അപ്പോൾ 6 മണിയാകുമ്പോൾ തീരും. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും മമ്മൂക്കയുടെ ഷോർട്സ് തീർന്നു. അപ്പോൾ അതിനുവേണ്ടി ക്യാമറ അപ്പുറത്തോട്ട് മാറ്റി ലൈറ്റ് ഇപ്പുറത്തോട്ടൊക്കെ മാറ്റുമെങ്കിൽ പോലും അതെല്ലാം എടുത്തിട്ട് മമ്മൂക്കയുടെ കംപ്ലീറ്റ് ഷോർട്സ് തീർന്നു. പറഞ്ഞു മമ്മൂക്കയുടെ കഴിഞ്ഞു കേട്ടോ. മമ്മൂക്ക ചോദിച്ചു നിൻ്റെ കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇനി കുറച്ചും കൂടെ ഉണ്ട്. അന്നാ എടുത്തിട്ട് പോവാം, ഞാൻ ഇവിടെ ഇരിക്കാം. കാരണം ദൂരമുണ്ട്, ഞങ്ങൾ യാത്ര ചെയ്യേണ്ട കുറേ യാത്ര ചെയ്യണം. നമുക്കൊക്കെ അത് ഒന്നിച്ച് പോവുക എന്നുള്ളതാണ്. എന്നാ നിൻ്റെ കഴിയട്ടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഷാജി കലസി എന്തൊരു കഷ്ടമാണ്. അങ്ങനെ തീർത്ത് വെറുതെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ നാളെ എടുക്കാം, നമ്മൾ പോയിക്കാം. എന്നെ കൂടെ വിട്ടു. ജോഷി സാറ് പലപ്പോഴും പറയും, എടാ നിൻ്റെ കഴിഞ്ഞ് നീ പോലെ, അവൻ്റെ കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന്. നമുക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്കടെ കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെയാണ് ഞങ്ങളുടെ മധുരമായ ജീവിതം എന്ന് പറയുന്നത്. പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. എനിക്ക് പേടി. ഞാൻ ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ അസോസിയേഷൻ്റെ മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ നമുക്കടുത്ത് പല കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്നെയാണ് ഏൽപ്പിക്കുക. സാധാരണ പറയും അതൊന്ന് പോയി പറയും, ഞാൻ പോയി പറയും. കാരണം എനിക്ക് പേടിയില്ലാത്തതെന്ന് വെച്ചാൽ ചീത്ത പറഞ്ഞാലും മമ്മൂക്കയല്ലേ പറയണത്. മമ്മൂക്ക ചീത്ത പറഞ്ഞാൽ നമുക്കൊരു വലിയ ഗമയല്ലേ. പിന്നെ മമ്മൂക്ക ചീത്തയല്ല പറയാ, മമ്മൂക്ക പേര് വിളിച്ചാലാണ് എനിക്ക് മനസ്സിലാവും ദേഷ്യപ്പെട്ട് വിളിക്കണമെന്ന്. അല്ലെങ്കിൽ എടാന്ന് വിളിക്കുള്ളൂ. അവനോട് വരാൻ പറ, നിങ്ങൾ വന്നേ, ഇങ്ങനെ പറയുള്ളൂ. സിദ്ദിഖേ എന്ന് വിളിച്ചാൽ നമുക്കറിയാം ദേഷ്യമാണ്, ദേഷ്യം വരുന്നത്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യും. അതിന് അല്ലാതെ മമ്മൂക്ക വഴക്ക് പറയുന്ന പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മമ്മൂക്കാനോട് പിണങ്ങി നടക്കും. ഒരിക്കലെന്തോ ഒരു കാര്യം ഞാനെന്തോ ഒരു തമാശ എന്തോ പറഞ്ഞ് മമ്മൂക്കാക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മമ്മൂക്കാക്ക് കഴിക്കാനുള്ള ചോറൊക്കെ കൊണ്ടുവന്നിങ്ങനെ വെച്ചിട്ട് അപ്പോൾ വേറെ എന്തൊരു പ്രത്യേക അരി വെച്ചിട്ടുള്ള ചോറാണ് മമ്മൂക്ക കഴിക്കണത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തു. ഞാനെടുത്തു മമ്മൂക്കയുടെ ചോറിന് ഞാനെടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. അപ്പോൾ മമ്മൂക്ക വേഗം ആ ചോറ് മുഴുവൻ എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു മമ്മൂക്കാക്ക് വേണ്ടേ? ഇല്ല നീ കഴിച്ചു. ഞാൻ മീൻ കറിയൊക്കെ ഒഴിച്ച് അത് മുഴുവൻ അത് കുറച്ച് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വേറെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ വില്ലകളിലാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിലെവിടെയോ ഷൂട്ടിങ് റൂമിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മമ്മൂക്കയുടെ വില്ലയിൽ ചെന്നു. അപ്പോൾ മമ്മൂക്കയുണ്ട്, സുലുത്തുണ്ട്. മമ്മൂക്കയുടെ വേറെ എന്തോ നോക്കിയിരിക്കണം. ഞാൻ ചെന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. അപ്പോൾ മമ്മൂക്ക, സുലു ഇന്ന് സെറ്റിൽ വെച്ചേ ഇവൻ ഒരു തമാശ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ഞാനിവനോട് പിണങ്ങി. അത് ഈ പൊട്ടനെ ഒഴിച്ച് ബാക്കി ആ സെറ്റിൽ എല്ലാവർക്കും മനസ്സിലായി, ഇവന് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല മമ്മൂക്കനോട് ദേഷ്യപ്പെട്ടാണെന്നൊന്നും എനിക്ക് പിടിയിട്ടില്ല. എനിക്കങ്ങനെ അതൊരു വിഷയമേ അല്ല. മമ്മൂക്ക ചീത്ത പറഞ്ഞാൽ ഇപ്പം എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എനിക്ക് അങ്ങനെ അതുകൊണ്ട് ഒരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കട്ടെ പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് ഒരു ഇടർച്ച ഉണ്ടാകുന്നതിനെ എപ്പോഴും ശ്രദ്ധിക്കും. സെറ്റിൽ വരുമ്പോൾ എൻ്റെ ഫുൾ ഫോക്കസ് മമ്മൂക്കയിലായിരിക്കും. കാരണം ഒരു കുട്ടി
വന്നിട്ടുണ്ട്. ഒരു കുട്ടിയിലെ തൊട്ടിൽ കിടക്കുന്നു, കുട്ടി കളിച്ചുകൊണ്ട് നടക്കുന്നു. ആ കുട്ടിയിലായിരിക്കും പേരൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനൊരു കുട്ടിയെ കാണുന്ന പോലെ കാണും. അപ്പോൾ ഷൂട്ടിങ് ഇങ്ങനെ പോകുന്നു, സ്മൂത്തായിട്ട് പോകുന്നു, കുട്ടി കുഴപ്പമില്ല, കുട്ടി ഹാപ്പി, പോകുന്നു. പക്ഷെ ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഇത് ചെയ്തുകൊണ്ട് 6 മണിയാകുമ്പോൾ ഈ കുട്ടി ആരെങ്കിലും ഒന്ന് തുലയ്ക്കും. അപ്പം കുട്ടി ഒന്ന് പൊട്ടും. ഏതാ അപ്പം ഞാൻ പറയും എത്ര ഒഴിച്ചിട്ടല്ല കാര്യം എന്ന് ചിന്തിക്കും. പിന്നെ ഷൂട്ടിങ് ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ അസോസിയേറ്റോട് പറയും, നമുക്ക് വന്നിട്ട് 24 ദിവസമായി, കുഴപ്പമൊന്നുമില്ല, ഭാഗ്യം. പക്ഷേ 35ാമത്തെ ദിവസമായിരിക്കും പുള്ളിയുടെ ഷൂട്ട് തീരുന്നത്. അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പുള്ളി എന്തെങ്കിലും ഒരു സാധനം അതൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മമ്മൂക്കയുടെ സിനിമയിൽ ഒരു പാട്ടാണ് മമ്മൂക്കയോട് പറയാനുള്ളത്. അതേത് പാട്ട്? ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടാവുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞ് പോകുന്നതിനോട് എനിക്കും ആ പാട്ട് തന്നെ അയാളോട് പറയാനുള്ളത്. വിനയ ചേച്ചി അങ്ങനെ ലാലേട്ടന്റെ കൂടെ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകളുണ്ടോ? എന്നെ മണിച്ചിത്ര താഴിലേക്ക് സെലക്ട് ചെയ്തത് പോലും ലാൽ സാർ ആയിരുന്നു. ഒരു കേരള സമൂഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി സാർ ബാംഗ്ലൂർ വന്നിരുന്നു. ഞാനും അവിടെ ഗസ്റ്റായിട്ട് പോയിരുന്നു. അപ്പോൾ ഒരു മലയാളം പടത്തിൽ കൂടി അഭിനയിക്കുമോ എന്നാണ് ഒറ്റ വാക്കാണ് അദ്ദേഹം ചോദിച്ചോ? അവരാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചെയ്യാമല്ലോ സാർ എന്നാണ് പറഞ്ഞത്. എന്നാൽ ശരി എന്ന് പോയി, ഇത്രയേ ഉള്ളൂ. അന്ന് മൊബൈലും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. ലാൻഡ് ലൈനിൽ ഒരു 10-15 ദിവസങ്ങൾക്കുള്ളിൽ ലത്തീഫിന്റെ മാനേജർ ഉണ്ടായിരുന്നു, നമ്മുടെ ഫാസിൽ സാറിന്റെ. അദ്ദേഹം വിളിച്ചു. അവരാണ് വിളിച്ചിട്ട് ഇതാണ് ഷൂട്ടിംഗ് ഡേറ്റ്സ്, പറ്റുമോ എന്നുള്ളത്. പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ ഒരിക്കൽ പോലും, ഒരു പ്രാവശ്യം പോലും ഞാനാണ് വിനയെ വിളിച്ചതെന്ന് ഒന്നിലും ആരോടും ഒന്നും പറഞ്ഞില്ല. എനിക്ക് മാത്രമേ അറിയാം. ഫാസിൽ സാറിനോട് പോയി ചോദിച്ചു, സാറേ എങ്ങനെയാ നിങ്ങൾ? എനിക്കൊന്നും അറിയില്ല. സാർ പറഞ്ഞു വിനയ ഇത് പറ്റിയ ക്യാരക്ടറാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എൻ്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ പിന്നെ കുറേ ഫിലിമിൽ നിങ്ങൾ അഭിനയിച്ചില്ലല്ലോ, ഒരൊറ്റപ്പടത്തിൽ മാത്രമല്ലേ അഭിനയിച്ചു. ഒരു 1000 കണക്കിന് തുല്യമാണ് ഈ ഒരു പടം. ഒരു ഇതിലൊരു 1000 പടങ്ങൾ, 1000 പടങ്ങളുടെ ഇഫക്റ്റ് ആണ്. ഇന്നും അതെനിക്ക് മൈലേജ് തരുന്നുണ്ട്. പിന്നെ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി, അവരോടൊപ്പം അഭിനയിക്കാൻ പറ്റി, അവരുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ അവരുടെ എത്രയോ യാത്ര ചെയ്യാൻ പറ്റി, എത്രയോ എവിടെയെല്ലാം പോയി അവരുടെ കൂടെ, എന്തെല്ലാം ദിവസങ്ങൾ അവരുടെ കൂടെ പങ്കിട്ടു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഓർക്കുന്നത്. മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുണ്ട്. മണിച്ചിത്ര താഴ് ഷൂട്ട് കഴിഞ്ഞിട്ട് റിലീസായിട്ട് പിന്നെ അത് വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ ഒരു എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ നമസ്കാരം പറഞ്ഞു, ഇരുന്നു എന്ന് പറഞ്ഞു. അടുത്തുള്ള സീറ്റിൽ ഞാൻ ഇരുന്നു. ഒന്നും മിണ്ടില്ല. വെറുതെ ഞാനും നോക്കുന്നു, വെറുതെ ഇരുന്നു. അപ്പോൾ പറഞ്ഞു, യു പീപ്പിൾ ഡു നോട്ട് നോ വാട്ട് ഇമ്പാക്ട് യു ഹാവ് മെയ്ഡ് ത്രൂ മണിച്ചിത്ര താഴ്. ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്. അത് എനിക്ക് എന്തൊരു അവാർഡിനെ പോലെയാണെന്നോ. എല്ലാത്തിനേക്കാൾ വലിയൊരു അവാർഡാണ്. സത്യം. താങ്ക് യു സാർ എന്ന് പറഞ്ഞു. കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് പിന്നെ വേറെ ഒന്നും സംസാരിച്ചില്ല കേട്ടോ. ഈ ഒരൊറ്റ വാക്കേ ഉള്ളൂ പറഞ്ഞത്. എന്നിട്ട് തന്നെയിരുന്നു. അല്ലേ? ഈ അപ്പുറത്തും ഇരിക്കുന്നവർക്ക് കുറച്ച് പേടിയുണ്ടെന്ന് തോന്നുന്നു. കാരണം ചേട്ടന് കുറച്ച് പനിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. വൈറൽ ഫീവർ ഒക്കെ കറങ്ങി നടക്കുന്ന സമയമാണ്. പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നു. പുള്ളി ഒരിക്കലും പേടിക്കില്ല, കാരണം ഡോക്ടറാണ്, പുള്ളിക്ക് അറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. ഞാൻ സ്മോക്കിംഗ് കൊണ്ടിരിക്കും. അപ്പോൾ ചുമയുണ്ട്, വലിയ നിർത്തിക്കോണം, ലങ് കപ്പാസിറ്റി കുറയുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അത് വളരെ കാര്യമായിട്ട് എടുക്കുകയാണ്. മധുരമേ ജീവിതം കൊണ്ട് ചിലപ്പോൾ എനിക്കൊരു ജീവിതം കിട്ടി. മധുരമേ ജീവിതം കൊണ്ട് ജീവിതം നന്നാക്കിയ ചിലപ്പോൾ ആദ്യത്തെ ആക്ടർ ആയിരിക്കും ഇത്. അല്ല, കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആണ് പുള്ളി. ന്യൂറോളജിസ്റ്റ് ആണ്, വളരെ ഫേമസ് ഡോക്ടറാണ്. കാരണം കണ്ടാ ഉടനെ പറയും വീണയ്ക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നു. അല്ല, വീണയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം ജോണി വലി നിർത്തിയാൽ ശരിയാവും, ഇത് വലി നിർത്തിയാലും ശരിയാവും. വലി നിർത്തിയിട്ട് അല്ല, ഡോക്ടർ പറഞ്ഞതാണ്. ഇനി വിനയ ചേച്ചിയുടെ അടുത്ത് കയറട്ടെ. വിനയ ചേച്ചി, ഈ പേര് പോലെ ഇത്രയും വിനയമുള്ള ഒരു മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ രഹസ്യം എന്താ ചേച്ചി? ഇത് രഹസ്യമല്ല, ഇത് പരസ്യമാണ്. വിനയ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് രഹസ്യമല്ല. ഞാനൊക്കെ കണ്ട കാലം മുതലേ ഇങ്ങനെ തന്നെയാണ്. അതായത്
ഒരു കാര്യങ്ങളിലും നിർബന്ധമില്ല, ഒരു കാര്യങ്ങളിലും ദേഷ്യമില്ല, ഒരു കാര്യങ്ങളിലും വാശിയില്ല. എല്ലാം വളരെ കമ്പോസ്ഡ് ആണ്. അത് അങ്ങനെ ശീലിച്ച് വന്നതാണ്. എനിക്ക് പിന്നെ വിനയുടെ അമ്മയെ നന്നായിട്ട് അറിയാം. ആ അമ്മ വളർത്തിയൊരു മകൾ ഇങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് നമുക്ക് തോന്നും. വിനയ എന്നുള്ള പേര് ഞാൻ വാങ്ങിയെടുത്ത പേരൊന്നും അല്ല, ഇട്ട പേരാണ്. പേരിട്ടപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. അങ്ങനെ ആയിപ്പോയതായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ 10 വയസ്സ് വരെ നല്ല കംപ്ലൈന്റോടെയാണ് ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. എന്താ അറിയില്ല, ഏത് കണ്ടാലും ഇത് ശരിയല്ല, ഇത് ശരിയാവുന്നില്ല, അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല. അപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് യോഗാഭ്യാസം ചെയ്യൂന്ന്. അപ്പൊ യോഗാഭ്യാസം തുടങ്ങി. എവിടെയാണ്? കന്യാകുമാരി വിവേകാനന്ദ റോക്കിൽ വെച്ചാണ്. സമ്മർ വെക്കേഷനിൽ അവിടെ പോയതാണ്. അവിടെ പോയിട്ട് ഈ യോഗ ഒക്കെ പഠിച്ച് വരുമ്പം പിന്നെ വിവേകാനന്ദയുടെ കുറേ കൃതിശ്രേണി എന്ന് പറയുന്ന കുറേ ബുക്സ് വാങ്ങിച്ചു തന്നു. ഇതൊക്കെ വായിക്കാൻ തുടങ്ങിക്കോ. വായിച്ച് കഴിയുമ്പോൾ എനിക്ക് കംപ്ലൈൻറ്റ്സ് ഇല്ലാണ്ടായി. ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും കംപ്ലൈൻറ്റ്സ് ഇല്ല. ആണല്ലേ? പലപ്പോഴും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഈ എന്താ പറയുക പേഷ്യൻസ് എനിക്ക് പഠിപ്പിച്ച് തന്ന എൻ്റെ അമ്മ തന്നെ എൻ്റെ പേഷ്യൻസ് കാണുമ്പോൾ, നിന്റെ പേഷ്യൻസ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നില്ല, ഒന്നും പറഞ്ഞൂടെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ്. എനിക്ക് ദേഷ്യപ്പെടാൻ ഇഷ്ടമല്ല. അത് എന്നെ ഉപദ്രവിക്കുന്ന ഒരു ഇതാണ്, സാധനമാണ്. സമ്മതിക്കണം ചേച്ചി, സമ്മതിക്കണം. ജോണി ചേട്ടന്റെ മധുരമേ ജീവിതം എന്ന് ശരിക്കും ജീവിതത്തിൽ എപ്പോഴാണ് തോന്നിയത്? അത് നമ്മൾ കുട്ടിക്കാലം തന്നെ ആയിരിക്കുമല്ലോ. നമ്മളെ മാതാപിതാക്കളിലൂടെ അവരുടെ മകനായിട്ട് ആ വീട്ടിലെ പെങ്ങന്മാര് എല്ലാവരും ജീവിക്കുന്ന ഒരു കാലം. എനിക്ക് ശരി, അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിലേതിലായിരിക്കും? ഈ സിനിമ പ്രൊഡക്ഷൻ അല്ല, സിനിമ സംവിധാനം, അഭിനയം, അല്ലെങ്കിൽ വെറുതെ ചില്ല് ചെയ്ത് വീട്ടിലിരിക്കും, ഇതിലേതായിരിക്കും? കാശുണ്ട ചില്ല് ചെയ്ത് വീട്ടിലിരിക്കാനല്ലേ ഇത് ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ സിനിമയിൽ നമ്മൾ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം സാറ് ഡോക്ടർ, അതായത് ഡോക്ടർ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ സാറേ? ഇല്ല, എഞ്ചിനീയർ അതുകൊണ്ട് വിഷമമുണ്ട്. എനിക്കൊരു ഗുണമുണ്ട്, ഞാൻ ഏറ്റവും ആഗ്രഹിച്ച മേഖലയിൽ തന്നെ ദൈവം എന്നെ എത്തിച്ചു. അപ്പൊ അതിൽ വലിയ ഭാഗ്യം ലോകത്ത് വല്ലതും കിട്ടാനുണ്ടോ? ഇങ്ങനെ അറ്റത്തിരിക്കണ ഗായത്രിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ചുറ്റും വലിയ ലെജൻസ് ഒക്കെ ഇരിക്കണം. ഞാൻ എന്ത് പറയും കർത്താവേ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഗായത്രി ഇരിക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഉണ്ടല്ലേ? പക്ഷെ ഇല്ലെന്നല്ലേ പറഞ്ഞ? പക്ഷെ അത് ആ പോസ്റ്ററിൽ കാണുമൊന്നുമില്ല. ഇരിക്കുമ്പോ ഭയങ്കര ധൈര്യത്തോടെ. എനിക്കാണ് പേടി, ഗായത്രി എന്താണാവോ പറയാൻ പോണെന്നാണ് എന്റെ പേടി. അതാണ്. ഈ പ്രൊഡ്യൂസറിനോട് ചോദിക്കട്ടെ, താങ്കൾ ഒരു സിനിമ എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഇവരെ രണ്ടുപേരെ നായകൻ നായികയാക്കാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇതിനകത്ത് ഒരു ആക്സിഡന്റൽ പ്രൊഡ്യൂസറാണ്. ഒരിക്കലും ഞാൻ സിനിമ എടുക്കണം എന്നാണ് വന്നതാണ്. അപ്പോഴത്തേക്ക് ഇവരൊക്കെ ബാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഞാൻ ഈ വിക്കിപീഡിയയിലെ സിദ്ദീഖിക്കയുടെ വെറുതെ അടിച്ചു നോക്കുമ്പോഴത്തേക്കില്ലേ, ഭയങ്കര പഴയ ഒരു ഫോട്ടോയാ വരുന്നത്. ഏതോ ഒരു 1960കളിലെ ലുക്കിലുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ കാണുമ്പോഴത്തേക്കും ഞാൻ എന്തൊരു വ്യത്യാസമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും തോന്നുമല്ല വ്യത്യാസം. അല്ലാതെ 1960 ഇരുന്ന പോലെ ഒരാളും 2025 ഇരിക്കില്ല. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ആ വ്യത്യാസം വരും. എനിക്കും അതുപോലെ തന്നെ വ്യത്യാസം. പക്ഷെ ഞാൻ എൻ്റെ വ്യത്യാസങ്ങളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അല്ലാണ്ട് ഇത്രയും വ്യത്യാസം വന്നു പോയതിൻ്റെ പേരിൽ എനിക്കൊരിക്കലും ഒരു വിഗ് എടുത്ത് വെച്ചുകൊണ്ട് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ പോകാൻ പറ്റില്ല. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. അതൊക്കെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് അത് എൻജോയ് ചെയ്ത് കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. 25 വയസ്സുകാരൻ്റെ ഒരു റോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ 25 വയസ്സുള്ള ആരെങ്കിലും വിട്ട് അഭിനയിപ്പിക്കും? ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല. 25 വയസ്സ് ഒരാളുടെ റോൾ ഒരിക്കലും ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ചെയ്യാൻ നിൽക്കില്ല. നമ്മളതാണ്, നമുക്ക് ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. ഇപ്പം എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, അത് തെറ്റല്ല. പക്ഷെ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അറിയില്ലെങ്കിൽ വലിയ തെറ്റായി പോകും. ഞാൻ കയറി ഡാൻസ് ചെയ്യും. അപ്പം നമുക്ക് എന്തറിയില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തിനും ആപ്റ്റ് അല്ല, നമ്മളുടെ മൈനസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാതിരുന്നാൽ നമ്മുടെ ചെമ്പ് പുറത്താവില്ല. നമുക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാം. എനിക്ക് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്തും ചെയ്യുമല്ലോ, അത് അതിൻ്റെ അല്ല, ചെയ്യേണ്ട ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കതറിയാം, എനിക്കിത് അറിയില്ല എന്നുള്ളത് അറിയാം. ഇപ്പോൾ 25 വയസ്സുകാരൻ്റെ റോള് ചെയ്യാൻ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് 50 വയസ്സുകാരൻ്റെ ചെയ്യാം, അല്ലെങ്കിൽ 60 വയസ്സുകാരൻ്റെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കും. ഈ മണിച്ചിത്രത്താഴ് കാണുമ്പോൾ തൊട്ട് എനിക്കിങ്ങനെ നേരിൽ കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു നടിയായിരുന്നു. അതിനുശേഷം വിനയ ചേച്ചിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് എന്താണോ കണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. അതിന്റെ രഹസ്യം എന്താ? എൻ്റെതായ ഡയറ്റ് ഞാൻ നോക്കുന്നു, എൻ്റെതായ എക്സസൈസസ് ഞാൻ നോക്കുന്നു. ഇപ്പൊ ഇരിക്കുമ്പോഴും എനിക്ക് ഈ മുദ്രാശാസ്ത്രത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പൊ വെറുതെ ഇരിക്കുന്നില്ല, എന്തെങ്കിലും ഒരു മുദ്ര ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും ഒരു മുദ്ര അത് ശീലിച്ചു പോയിരിക്കുന്നു. ഇത്
അതേപോലെ നിൽക്കാൻ ഇത് സഹായിക്കുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ അത് എനിക്കൊരു കംഫർട്ട് സോൺ തരുന്നുണ്ട്. എല്ലാവരും പറയാറുണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ എല്ലാവരും ഒരു ഇത് ചെറുപ്പക്കാരിയാണ്, ഇത് നീ ചെയ്യണ്ട, 40 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. മറ്റുള്ളവർക്ക് പിന്നെ കാണുന്നവർക്ക് ഞാൻ പറയാം, ഇപ്പം നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ചൈതന്യം എന്നും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവസത്തിൽ ഒരു 2 മിനിറ്റ് ഈ പോർഷൻ ഇങ്ങനെ അമർത്തിയിട്ട് ഒരു 10-15 സെക്കൻഡ് പിന്നെ വിട്ട്, പിന്നെ 10-15 സെക്കൻഡ് പിന്നെ വിട്ട്, ഈ ട്രാവലിങ്ങിൽ പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതും സഹായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ചെയ്താൽ നമ്മുടെ ആ ചൈതന്യം കൂടുതൽ പുറത്തു പോവില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കണം, ചൈതന്യം കയ്യിൽ അങ്ങനെ പിടിച്ചോണ്ട് നടന്നാൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് പിടിക്കരുത്. പറഞ്ഞ സയൻസ് ആണ്. നമ്മുടെ എവിടെയൊക്കെയുള്ള രക്തഓട്ടത്തിനെ പ്രസ് ചെയ്ത് നമ്മൾ കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ ഏരിയയിലേക്ക്, ഇപ്പൊ നമുക്ക് ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക്, അവിടേക്കുള്ള രക്തഓട്ടം കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവും. അവിടെ എന്തെങ്കിലും പ്രയാസം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് സയൻസ് പറയുന്നത്. ജോണി ചേട്ടനെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് പറഞ്ഞാൽ എന്നോട് പലരും പറഞ്ഞ ചോദ്യമാണ്. പല ഇന്റർവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു CID മൂസ ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഇനി ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിരുന്ന ആള് ഈ അടുത്തിടയ്ക്ക് പറഞ്ഞു CID മൂസ 2 വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു മനംമാറ്റത്തിനുണ്ടായ സാഹചര്യം എന്താണ് ചേട്ടാ? ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് അതുപോലെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇടയിലും ദിലീപായാലും ഉദയൻ സിബി അങ്ങനെയുള്ള മൊത്തത്തിൽ അതിൻ്റെ ആലോചനയുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നത്, ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. ഈ 2027 എന്ന് പറഞ്ഞത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല. നമ്മുടെ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. മധുരമി ജീവിതം ഒരു മധുരമി ജീവിതമായി തന്നെ മാറട്ടെ. സിനിമ പ്രേക്ഷകർ എല്ലാവരും അംഗീകരിക്കട്ടെ. പ്രൊഡ്യൂസർ ഇനി ആക്സിഡന്റൽ പ്രൊഡ്യൂസർ ആയെങ്കിലും ഇനി ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയട്ടെ. മധുരമി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ചേട്ടൻ എന്തോ പറയാനുണ്ട്? ജോൺ ചേട്ടൻ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, അല്ല പുള്ളിക്ക് എന്തെങ്കിലും സിനിമയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പുള്ളി കണ്ടു. ഓ ശരിയാ. അല്ല, ഞാൻ 10 കൊല്ലം മുമ്പ് നിഴലാണെന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻസിനെ വെച്ചിട്ട്. അത് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ 10 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ വന്നത്. അത് മാത്യൂസ് കറിയ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ. അത് മലയാളത്തിന് ഒരു മുതൽക്കൂട്ടാവും എന്നൊരു വിശ്വാസം എനിക്ക്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതം മധുരമാവട്ടെ. അതെ, സെറ്റിലുള്ള മധുരമേ ജീവിതം തിയേറ്ററുകളിലേക്കും അങ്ങനെ തന്നെ മധുരമരമാകട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.